നമസ്കാരം. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് പി എസ് സി ബുള്ളറ്റും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഇനി വരുന്ന പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാക്കും. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യ. എങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അത് ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശ്. ഓക്കെ അല്ലേ? ഇനി അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവാണ് തുളസി ഗൗഡ. ആരാണ്? തുളസി ഗൗഡ. എന്താണ്? അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവാരാണ്? അത് തുളസി ഗൗഡ. ആരാണ്? തുളസി ഗൗഡയാണ് അല്ലേ? നെക്സ്റ്റ്, കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനുള്ള ഇന്ത്യയുടെ സംവിധാനമാണിത് എൽ റാഡ്. എന്താണ്? എൽ റാഡ്. കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനുള്ള ഇന്ത്യയുടെ സംവിധാനമാണ് കൂട്ടുകാരെന്ത്? എൽ റാഡ്. എന്താണ്? എൽ റാഡ്. ഓക്കെ അല്ലേ? ഇനി ബഞ്ചിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമയാണിത് ആജൂർ. സംവിധാനം ആര്യൻ ചന്ദ്രപ്രകാശ്. എന്നാണ്? ആര്യൻ ചന്ദ്രപ്രകാശ്. ബഞ്ചിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതെന്ന് ചോദിച്ചാൽ പറയണം. ഏതാണ്? ആജൂർ. സംവിധാനം ആര്യൻ ചന്ദ്രപ്രകാശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശ്. ഏതാണ് കൂട്ടുകാരെ? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലേ? ഇനി ഗുരു നാനാക്കിൻ്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണിത് പാകിസ്ഥാൻ. എന്താണ്? ഗുരു നാനാക്കിൻ്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ് അല്ലേ? ഡൽഹിയിലെ സാറൈ കാലേ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക് എന്നാക്കി മാറ്റി. എന്താണ്? ഡൽഹിയിലെ സാറൈ കാലേ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക്. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നതാണ് അത് താനോ. എന്താണ്? ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ ആണ് അല്ലേ? RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക 5000 രൂപ. ഇതാണ് 5000 രൂപ. RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക എത്രയാണ്? അത് 5000 രൂപയാണ് അല്ലേ? സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം 2.0. മാലിന്യമുക്ത നവകേരളം 2.0. സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം 2.0. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? അത് നോയൽ ടാറ്റ. അതാണ് ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നോയൽ ടാറ്റയാണ്. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെടാ, ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അപ്പം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് ഉത്തർപ്രദേശാണ് അല്ലേ? ഇനി അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവാണ് തുളസി ഗൗഡ. എങ്കിൽ കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനുള്ള ഇന്ത്യയുടെ സംവിധാനമാണ് എൽ റാഡ്. എന്താണ്? എൽ റാഡ് അല്ലേ? ബച്ചിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ആജൂർ. സംവിധാനം ആര്യൻ ചന്ദ്രപ്രകാശ്. ആരാണ്? ആര്യൻ ചന്ദ്രപ്രകാശ് ആണ് അല്ലേ? ഇനി ഗുരു നാനാക്കിൻ്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? അത് പാകിസ്ഥാൻ. ഡൽഹിയിലെ സാറേ കാലേ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക്. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ. RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക 5000 രൂപ. എന്താണ്? സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം 2.0. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ
നോയൽ ടാറ്റയാണ് അല്ലേ. 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകനാണ് അതായത് കൃഷ്ണകുമാർ കുന്നത്ത്. എന്താണ് 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകൻ KK എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ കുന്നത്ത്. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരാണ് വിനേഷ് ഫോഗട്ടും പൂജ ശർമ്മ, അരുണ റോയ് എന്നിവർ. എന്താണ് BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണ്? അത് വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റായ് എന്നിവരാണ്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം കുറ്റിച്ചൽ. ഇതാണ് തിരുവനന്തപുരം ജില്ലയാണ് അല്ലേ. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമാണ് യൂബർ. എന്താണ്? ഷിക്കാര. ധാൽ തടാകത്തിൽ ആരംഭിച്ച യൂബർ ഷിക്കാര. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമാണ് യൂബർ ഷിക്കാര അല്ലേ, ധാൽ തടാകത്തിൽ. ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ നിർമ്മല സീതാരാമനും റോഷ്നി നാഡർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ എന്നിവരാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരാണ് നിർമ്മല സീതാരാമൻ, റോഷ്നി നാഡർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയാണ് അല്ലേ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓർത്തു വെച്ചോ, ഡോക്ടർ മൻമോഹൻ സിംഗ് മറ്റേ ഡേറ്റ് നമ്മുടെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ എന്താണ് അന്തരിച്ച ഡേറ്റ് PSC ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കും. മൻമോഹൻ സിംഗ് ഓർത്തു വെച്ചോ. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ. എങ്കിൽ ഓർത്തു വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും. നമ്മുടെ MT വാസുദേവൻ അല്ലേ, MT മരിച്ച ദിവസം ഏതെന്ന് PSC ചോദിക്കും. ഓർത്തു വെച്ചോ. നിങ്ങൾ എന്താക്കുക, അത് അറിയുന്ന കൂടുതൽ ഈ വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ വരും PSC പരീക്ഷകളിലെ ഒരു ചോദ്യമായിരിക്കും MT വാസുദേവൻ നായർ മരിച്ച ദിവസം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? ഒന്നും കൂടി ഞാൻ പറയട്ടെടാ, ഒന്നും കൂടി ഈ ചോദ്യങ്ങൾ ഞാൻ റിവിഷൻ ചെയ്യാം. 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകനാണ് KK എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ കുന്നത്തെ. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ BBC-യുടെ 2024 ഏറ്റവും മികച്ച സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരനാണ് ആര്? വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റോയ് എന്നിവർ. വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റോയ് എന്നിവർ. ഓക്കെ അല്ലേ? യെസ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം ഏതാണ്? കുറ്റിച്ചൽ. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ് അല്ലേ. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമാണ് യൂബർ ഷിക്കാര. ധാൽ തടാകത്തിലെ യൂബർ ഷിക്കാര. ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരാണ് നിർമ്മല സീതാരാമൻ, റോഷ്നി നാഡർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ എന്നിവർ. എങ്കിൽ 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയാണ് അല്ലേ. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. എങ്കിൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്, MT വാസുദേവൻ നായർ അന്തരിച്ച ദിവസം എപ്പോഴാണെന്ന് PSC ചോദിക്കും. ഓർത്തു വെച്ചോ. നിങ്ങൾ അറിയുന്ന കൂട്ടുകാർ എന്താക്കുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, സി യു.